ഏയ് അപ്പോ മനോരമ പത്രം തുറന്നു കഴിഞ്ഞാൽ ഉള്ളിലും പുറത്തും ഒക്കെ ഹോർത്തൂസാ. കണ്ടില്ലേ? എന്താണ് ഹോർത്തൂസ്? ഒന്ന് പോയി നോക്കണല്ലോ. അപ്പൊ ഇതുവരെ കാണാത്തവർക്കും ഇനി കാണാൻ പോകുന്നവർക്കും കൂടി ഈ വീഡിയോ ഒരു ഗൈഡാവും. ബീച്ചിൽ പോയി നോക്കാം. കോഴിക്കോട് ടൗണിൽ കൂടെ ഓടാൻ ഏറ്റവും ബെസ്റ്റ് സൈക്കിളാ. കയറ്റിറക്കൊക്കെ കുറവാണ്. അപ്പൊ നേരെ പോട്ടെ. ഓണാക്കിയ എടുക്കാൻ നമ്മൾ തന്നെ വരണം. അത് വേറെ കാര്യം. ചവിട്ടി ചവിട്ടി ബീച്ചെത്തി പരിപാടിയുടെ അടുത്തെത്താറായി. എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇത്തരം സംഭവങ്ങൾക്ക് പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകുന്നതാണ് നല്ലത്. അതാകുമ്പോൾ കാഴ്ചകളൊക്കെ പൂർണ്ണബോധ്യത്തോടെ സൗകര്യം പോലെ കാണാം. കയറി വരുന്നിടത്ത് നമ്മൾ സ്വീകരിക്കുന്ന പ്രതിമയാണിത്. ഇന്നലെ രാത്രി കണ്ടതാണ്. പക്ഷേ ഇതിൻ്റെ ഔട്ടർ സർഫസ് പാറപ്പൊടി കൊണ്ടാണ് റെഡിയാക്കിയതെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. എൻട്രൻസിൽ നിൽക്കുമ്പോഴുള്ള കാഴ്ച ഇതാ ഇങ്ങനെയാണ്. കുറച്ചുകൂടി മുന്നോട്ട് ചെന്നാൽ ഹോർത്തൂസ് നമുക്ക് വിശാലമായിട്ട് ഇങ്ങനെ കാണാം. വേദികളെ ഒന്ന് പരിചയപ്പെടാം. ആറ്റുവഞ്ചി എന്ന വേദിയിൽ എഴുത്തുകാരി സാറ ജോസഫ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തെ വേദിയാണ് മന്ദാരം. ഇവിടെ സംസാരിക്കുന്നത് ചുരുളി സിനിമയുടെ റൈറ്ററാണ്. തെറിക്ക് ഭാഷയുടെ നിലനിൽപ്പിൽ വലിയ പങ്കുണ്ട് എന്ന് കാണിച്ചു തന്ന എഴുത്തുകാരനാണ് ഇദ്ദേഹം. മൈലാഞ്ചി എന്ന പേരുള്ള ഈ വേദിയിൽ 2 പേര് സംസാരിക്കുന്നുണ്ട്. എൻ്റെ അറിവില്ലായ്മ കാരണം എനിക്ക് അവരെ പരിചയമല്ല. ഈ ഓപ്പൺ ഏരിയയിലെ ഒരു കലാസൃഷ്ടി കണ്ടോ? ഇതിൻ്റെ പല ഭാഗത്തായിട്ട് പ്രത്യേക കോണിൽ നിന്നാൽ പഴയ എഴുത്തുകാരുടെ ചിത്രങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ നിന്നാൽ ഇംഗ്ലീഷ് നോവലിസ്റ്റ് മാരി ഷെല്ലിയെ കാണാം. കുറച്ച് ഇടത്തോട്ട് നീങ്ങി നിന്നാൽ വില്യം ഷേക്സ്പിയർ. ഇതിൻ്റെ മറ്റു വശത്തും 2 പേരുണ്ട്. പെട്ടികൾ ചെറുതായിട്ട് ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതായിട്ട് എനിക്ക് തോന്നി. ഒരാളെ സൃഷ്ടിയിലേക്ക് കടന്നു കയറുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് അതിനൊന്നുമില്ല. ഈ കണ്ണും മുഖത്തിൻ്റെ ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ ഇനി കാണാൻ പോണത് ആരെയാന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒന്നുകൂടി ഇടത്തോട്ട് നീങ്ങുമ്പോൾ അത് ആരാണെന്ന് വ്യക്തമാകും. നമുക്ക് വളരെ സുപരിചിതരായ രവീന്ദ്രനാഥ ടാഗോറും ഇംഗ്ലീഷ് ഇന്ത്യൻ നോവലിസ്റ്റ് RK നാരായണും ആണത്. ഈ ബോക്സുകൾ ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടെന്ന് എനിക്ക് തോന്നാൻ കാരണം ഈ ആംഗിളിൽ നിന്ന് നോക്കുമ്പോഴാണ് ടാഗോറിൻ്റെയും RKയുടെയും മുഖം പൂർണ്ണമായും കാണുന്നത്. പക്ഷേ മുഖത്തിൻ്റെ ഭാഗങ്ങൾ മാച്ചിങ് അല്ല. അതുപോലെ എതിർവശത്ത് ഷേക്സ്പിയറും മാരി ഷെല്ലിയും ഈ ആംഗിളിൽ. ചിലപ്പോൾ എൻ്റെ നിരീക്ഷണം തെറ്റാവാം, ആവാതിരിക്കാം. എന്നിരുന്നാലും ഇത് കാണുമ്പോൾ തലച്ചോറ് ഉണർന്ന് പ്രവർത്തിച്ചു എന്നതാണ് ഇതിൻ്റെ വിജയം. റേഡിയോ മാങ്കയുടെ തോട്ടം എന്നൊരു ഗെയിം പരിപാടി നടക്കുന്നുണ്ട്. സംഘാടകർ അവസാനഘട്ട തയ്യാറെടുപ്പിലാണ്. മറ്റൊരു വേദിയിൽ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കടലോരത്ത് തുറന്നു വെച്ച ഒരു പുസ്തകത്തിൻ്റെ വലിയൊരു മോഡൽ കാണാം. ഇവിടെ കാണുന്നത് ഒരു വർക്ക്ഷോപ്പ് പ്രോഗ്രാമാണ്. ഒരു കൊറിയൻ ഷെഫ് അവരുടെ പരമ്പരാഗത ഭക്ഷണമായ കിംചി നമ്മളെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തരും. ഇതിന് പ്രത്യേക രജിസ്ട്രേഷൻ ഉണ്ട്. ഇതാ മറ്റ് 2 രസക്കാഴ്ച. ഒരു ഫ്രെയിമും ഒരു പൂച്ചയുടെ പോളിഗൺ സ്കൾപ്ചറും. ഇന്നലെ രാത്രി കണ്ടതാണെങ്കിലും പകൽ ഇത് എങ്ങനെ ഇരിക്കുന്നു ഇപ്പം മനസ്സിലായി. ഈ പൂച്ചയുടെ സ്കൾപ്ചർ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു നിർമ്മിതിയാണ്. ഹോർത്തൂസിൽ ഫുഡ് കോർട്ട് നടത്തുന്നത് പാരഗൺ ഹോട്ടൽ ടീമാണ്. സമയം രാവിലെ 10:30 ആയപ്പോഴേക്കും ഫുഡ് കോർട്ട് പ്രവർത്തനം ആരംഭിച്ചു. ഇവിടെ ആയിട്ട് 1-2 പേരിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. സെർവിങ് ബോയ്സ് തിരക്കൊന്നും ഇല്ലാത്ത കാരണം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയാണ് കൊച്ചി ബിനാലെ പവലിയനിൽ കയറാൻ പോകുന്നത്. 2 വർഷം കൂടുമ്പോൾ നടക്കുന്ന കലാപ്രദർശനങ്ങളെയാണ് പൊതുവെ ബിനാലെ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളെ കേരളത്തിലെ കൊച്ചിയിൽ നടക്കുന്ന കൊച്ചി മുസ്ലിംസ് ബിനാലെയാണ്
ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാപ്രദർശനം. ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള പ്രശസ്തരും അല്ലാത്തതുമായ ഒരുപാട് ആൾക്കാരുടെ പലതരം കലാസൃഷ്ടികൾ ഈ കൊച്ചി മുസ്ലിംസ് ബിനാലിലുണ്ടാവും. അതിലെ തെരഞ്ഞെടുത്ത കുറച്ച് സംഭവങ്ങൾ മാത്രമാണ് നമ്മളെ ഈ പവലിയനിലുള്ളത്. ഓരോ സൃഷ്ടിയുടെ അടുത്തും അത് ചെയ്തു വെച്ച ആർട്ടിസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകും. പൃഥ്വി വടക്കത്ത് ചെയ്തു വെച്ച ഒരു പെയിന്റിംഗ് ആണ് ഈ കാണുന്നത്. വിട്ടു നോക്കുമ്പോൾ ഉണങ്ങിയ പുല്ലിൻ്റെ ഒരു കൂട്ടായിട്ട് തോന്നും. നല്ലോണം അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ചുമ്മാ കുറേ കളർ കൊണ്ട് കുത്തി വരണ പോലെ ഉണ്ടാവും. തൊട്ടിപ്പുറത്ത് മറ്റൊരു പെയിൻറ്റിങ് കാണാം. ഒരു സാധാരണക്കാരൻ്റെ വീട്ടിലൊരു കാഴ്ച. ടോം വട്ടക്കുഴി എന്നൊരാളാണ് ഇത് വരച്ചത്. സബിത കടന്നവള്ളിയുടെ ഒരു ഇൻസ്റ്റാളേഷനാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഓരോ വ്യക്തിലോകത്തിനും ഓരോ കഥയുണ്ടാകും. കഥയിൽ മിസ്സിംഗ് ആയി കിടക്കുന്ന പല എലമെന്റ്സും ഉണ്ടാകും. അത് ചിലപ്പോൾ പ്രകടിപ്പിക്കാത്ത ഭാവങ്ങളാവാം, ചിലപ്പോൾ കുടുംബ ബന്ധങ്ങളാവാം. അപൂർണമായ ജീവിതത്തെയാണ് അപൂർണമായ ഉപകരണങ്ങൾ വെച്ച് ഉപമിച്ച് കാണിക്കുന്നത്. അത് മനസ്സിലാക്കുന്നതിനോടൊപ്പം ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ മിസ്സായി കിടക്കുന്ന എലമെന്റ്സ് എന്താണെന്ന് തിരിച്ചറിയുക, അതിനെ തിരിച്ചു കൊണ്ടുവരിക. കാരണം അതില്ലെങ്കിൽ ഈ ജീവിതം ഈ ഉപകരണങ്ങൾ പോലെ അപൂർണമായി പോകും. ഗ്രീഷ്മ സിയുടെ ഈ വർക്ക് കാണിക്കുന്നത് സാംസ്കാരിക, രാഷ്ട്രീയ, സാമ്പത്തിക ആഗോളവൽക്കരണത്തെയാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓരോരുത്തരും പൂർണ്ണത തേടിയുള്ള യാത്രയിലാണ്. ഭൂതകാലവും വർത്തമാനകാലവും മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും വീണ്ടും അത് അതിന്റെ തുടക്കത്തിലേക്ക് തിരിച്ചെത്തുന്നു. ഒരു പൂവിനെ പോലെ ഇന്ന് വിരിയും, നാളെ വാടും, മറ്റൊരു ചെടിക്കുള്ള വിത്തായി മാറും. കാഴ്ചക്കാരനെ തന്റെ റിയാലിറ്റിയെ ചോദ്യം ചെയ്യാൻ വെല്ലുവിളിക്കുകയാണ് ഗ്രീഷ്മ ഈ ആർട്ടിലൂടെ. സുദേദാസ് വരഞ്ഞ ഒരു ചിത്രമാണ് ഇനി കാണാം. ആ ചിത്രത്തിൽ ഒരു പക്ഷിയുടെ കണ്ണുണ്ടോ? ഇനിയാണ് ശരിക്കുള്ള മാജിക്. അത് ഈ വലിയൊരു ചിത്രത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. ഒരു മാപ്പ് പോലെ ഒരു പ്രദേശത്തിനെ തന്നെ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ വിശാലമായി വരഞ്ഞിട്ട് പേന കൊണ്ട് വരഞ്ഞെടുത്ത ഒരു ഗൂഗിൾ മാപ്പ് പോലെ ഉണ്ട് കാണാൻ. വീടുകളും ചെറുവഴികളും കെട്ടിടങ്ങളും പുല്ലും ഒരു ഇറ്റ് സ്ഥലം പോലും വേസ്റ്റായി പോകാതെ എല്ലാം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. വിനോദ് അമ്പലത്തറ കോവിഡ് കാലത്ത് നടത്തിയ പ്രഭാത സവാരിക്കിടെ കണ്ട കാഴ്ചകളും അന്ന് കണ്ടുമുട്ടിയ ആളുകളും അവർ വിളിച്ച കഥകളും അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ആർട്ടിന് പ്രചോദനമായത്. ഖാദി തുണിയിൽ കളർ ഉപയോഗിച്ചിട്ടാണ് ഈ സൃഷ്ടി അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അബ്ദുള്ള PA ഉപയോഗശൂന്യവും ഒഴിവാക്കിയതുമായ സാധനങ്ങളെ കലയാക്കി മാറ്റുകയാണ്. പുതിയ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒഴിവാക്കുന്ന പലതിനെയും ഓർമ്മകളിലൂടെ തിരിച്ചു പിടിക്കുകയാണ്. ഈ സൃഷ്ടി ഒരേ സമയം ചരിത്രത്തിൻ്റെ അടയാളപ്പെടുത്തലും പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നതിൻ്റെ കഥയുമാകുന്നു. ജീവിതവും മരണവും പുനരാരംഭവും പോലെ. നന്ദന അമ്പ തൻ്റെ ജീവിതത്തിലെ വ്യക്തിപരവും ജീവിച്ചു വന്ന ചുറ്റുപാടുകളിലുമുണ്ടായ മാറ്റങ്ങളെയാണ് കാണിക്കുന്നത്. അവ ജീവിതത്തിൻ്റെ വെറും പശ്ചാത്തലം മാത്രമായിരുന്നില്ല, താൻ എന്ന വ്യക്തിയെ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. പതിയെ ഈ നിരീക്ഷണം മറ്റുള്ളവരുടെ ഇടങ്ങളിലേക്കും വ്യാപിച്ചു. അതാണ് ഇവിടെ കാണിക്കുന്നത്. ആളുകൾക്ക് അവരുടെ ചുറ്റുപാടുകളുമായി ഉണ്ടാകുന്ന സങ്കീർണമായ ബന്ധങ്ങൾ. ആ ഒരു നിമിഷത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്ന, ആഘോഷിക്കുന്ന ഒരു സംഭവമുണ്ട്. ചില മൂലയിലിരുന്ന് ചായ കുടിക്കാനും, വീടിന്റെ ചില ഭാഗത്ത് കിടന്നുറങ്ങാനും, ചില പ്രത്യേക ഭാഗത്തിരുന്ന് പത്രം വായിക്കാനൊക്കെ ഒരു രസമാണ്. അങ്ങനെ ചുറ്റുപാടും വ്യക്തികളും തമ്മിൽ നമ്മൾ പോലും ശ്രദ്ധിക്കാത്തൊരു ബന്ധമാണ്. കിരൺ ജേക്കബ് പ്രകൃതിയിൽ നിന്ന് ഇൻസ്പയർ ആയി ചിത്രം വരയ്ക്കുന്നു. പാരിസ്ഥിതികവും സാമൂഹികവുമായി നമ്മൾ നേരിടുന്ന വെല്ലുവിളികളെയാണ് ഈ സൃഷ്ടി കാണിക്കുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത, പെർഫെക്റ്റ് അല്ലാത്ത ഇടങ്ങളിൽ കലാകാരൻ ഭംഗി കണ്ടെത്തുന്നു. അപൂർണതയിലും ജീർണതയിലും. സാധാരണത്തിൽ നിന്നും വ്യത്യസ്തമായി കറുത്ത ക്യാൻവാസിൽ വെളുത്ത നിറം കൊണ്ടാണ് ചിത്രങ്ങൾ തയ്യാറാക്കിയത്. ഇവിടെ അങ്ങനെ ഒരു മേശ കണ്ടു. മീനിനെ കൊത്തി വെച്ചിട്ടുണ്ട്. 3 മരക്കലങ്ങൾ ഇരിക്കുന്നു. താഴെ ഒരു അരിവാൾ നിറച്ച് വെച്ചിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലായില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ട്രാൻസിസ്റ്റേഴ്സ് കളക്റ്റീവ് PSJയുടെ കൺസെപ്റ്റാണിത്. ഇതൊരു പെർഫോമൻസ് ആണ്, പക്ഷേ പെർഫോമർ ഇവിടെ ഇല്ല. നമുക്ക് നേരെ ഒരു ചോദ്യം അവർ ചോദിക്കുന്നുണ്ട്. വേർ ഡിഡ് യുവർ മദർ ലിവ്? വേർ ഡിഡ് യുവർ ലവർ? കുടുംബമായാൽ അങ്ങനെയാണ് എന്നും പറഞ്ഞ് അടക്കി ഒതുക്കപ്പെടുന്ന സ്ത്രീയുടെ ജീവിതത്തെയും അതിലെ വെല്ലുവിളികളെയും ഈ അവതരണം കാണിച്ചു തരുന്നു. നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ പഴകിയ, നിഷേധിക്കപ്പെട്ട സ്വാതന്ത്ര്യത്തിൻ്റെ ജീവിതം കുടുംബത്തിൽ ഒരു സ്ത്രീക്കും ഒപ്പം പുരുഷനും ചാർത്തപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അനിൽ സേവ്യർ. ഒരു നല്ല ലോകം എങ്ങനെ ഉണ്ടാക്കാം? അതെങ്ങനെ ഒരു നല്ല ലോകമാണെന്ന് മനസ്സിലാവുക? ഒരു തിയറി പ്രാക്ടിക്കലാക്കുമ്പോൾ അതിനെ തന്നെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന യാഥാർത്ഥ്യം കണ്ടെത്തുന്നു. മെറ്റീരിയൽസിന് പിറകെ പോകുന്ന മനുഷ്യൻ ആത്മാവിനെ ദാരിദ്ര്യത്തിലാക്കുന്നു.
ശാസ്ത്രത്തിൻ്റെയും ആത്മീയതയുടെയും സഹവർത്തിത്വം കലാകാരനായ അനിലിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. ഇതിനെ ഡാർക്ക് കോമഡിയിലൂടെ പൊണ്ണത്തരത്തിലൂടെ അവതരിപ്പിക്കുകയാണ് ഇവിടെ. NN റിംസൺ. ഹീലിംഗ് ക്വാളിറ്റി ഉള്ള ആലങ്കാരികമായ സൃഷ്ടികളാണ് ഇദ്ദേഹം തയ്യാറാക്കാറുള്ളത്. ഇതിൽ അന്തർലീനമായ അർത്ഥങ്ങൾ കാഴ്ചക്കാരെ മുഴുകിയിരിക്കാൻ ക്ഷണിക്കുന്നുവെന്ന് പറയുന്നു. ഇവിടെ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും കാണാനില്ല. മിഠായിൽ അടിമപ്പെട്ട ബാല്യം വേണമെങ്കിൽ അങ്ങനെ ഇതിനെ മനസ്സിലാക്കിയെടുക്കാം. സി ഭാഗ്യനാഥിൻ്റെ ദൈനംദിന അനുഭവങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുക. നഗര ജീവിതത്തിൽ കണ്ടുവരുന്ന വിരോധാഭാസങ്ങളെയാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇതൊരു വിഷ്വൽ കമൻ്ററിയാണ്. ഇവിടെ കഥാപാത്രങ്ങൾ സംഭാഷണത്തിലാണ്. കാഴ്ചക്കാർക്ക് അത് വ്യത്യസ്ത രീതിയിൽ വ്യാഖ്യാനിച്ചെടുക്കാം. ഇനി കാണുന്ന ആർട്ടുകളുടെ ആർട്ടിസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ആദ്യം കാണിച്ചു തരാം. എന്നിട്ട് അത് വായിച്ചിട്ട് നിങ്ങൾ തന്നെ കലക്കിയെടുക്കുക എന്താണ് ആർട്ട്, എന്തിനെ പറ്റിയാണെന്ന്. അതൊരു ചലഞ്ച് പോലെ ചെയ്യുന്നത് നമ്മളെ ബുദ്ധി വളരാൻ സഹായിക്കും. അങ്ങനെ ഹോർത്തൂസിൻ്റെ കൊച്ചി ബിനാലെ പവലിയൻ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞു. പുറത്തേക്ക് വരുമ്പോൾ താങ്ക് യു എന്നുള്ളൊരു ബോർഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഹോർത്തൂസ് വേദി കൂടെ ഇങ്ങനെ നടന്ന് ഫോണൊക്കെ ഇറക്കിയാൽ വളരെ അത്ഭുതം. അളിയനെ കണ്ടുമുട്ടിയത് അളിയനെ ഇവിടുത്തെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ ഒരു മെമ്പറാണ്. എന്ത് ഇവിടുത്തെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ചട്ടപ്പെടാൻ അപ്പോ ഈ കണ്ടതൊക്കെയാണ് ഹോർത്തൂസിന്റെ പകൽ കാഴ്ചകൾ. രാത്രി കാഴ്ചകൾ ഇതിന്റെ മുന്നേ ഉള്ള വീഡിയോയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. നവംബർ 1 മുതൽ 3 വരെ ആയിരുന്നു പല വേദികളിലായിട്ട് കലാസാംസ്കാരിക മേഖലയിലെ പ്രമുഖന്മാരും വന്നിട്ടുള്ള പരിപാടികൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും മനോരമ പവലിയനും കൊച്ചി ബിനാലെ പവലിയനും നവംബർ 10 വരെ ഇപ്പോഴും കോഴിക്കോട് ബീച്ചിലുണ്ട്. അപ്പോൾ ഹോർത്തൂസ് കാണാത്തവർ നേരിട്ട് പോയി ആ അനുഭവം അനുഭവിക്കുക, അവിടെയുള്ള സജ്ജീകരണങ്ങൾ കാണുക, നമ്മുടെ ചിന്തകളെ പുതിയ വഴിയിലേക്ക് തിരിച്ചുവിടുക. അത് ഒരു പ്രത്യേക മാറ്റം തന്നെ നമ്മളിൽ ഉണ്ടാക്കും. അപ്പോൾ ശരി, അപ്പുറം സന്ധിക്കുമ്പോഴേക്കും വണക്കം കൂട്ടേ, ടാറ്റ, ബൈ ബൈ.